നടക്കുമല്ലോ. അതിനൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ നമുക്ക് ആലോചിക്കാം. എന്തായാലും ഞാൻ നിങ്ങളെ കാണാതെ പോണ ആളല്ലല്ലോ. ഇന്നലെ ഇന്നും മിനിങ്ങാന്നുമായിട്ട് എത്ര പ്രാവശ്യം നിങ്ങളെ കണ്ടില്ല? ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്? അല്ല, ഞാൻ ചോദിച്ചത്, നിങ്ങളെ കാണുന്ന ഒരു രസമല്ലേ? നിങ്ങൾ എന്നെ വിമർശിക്കുകയും വേണം. നിങ്ങളെ വിമർശിക്കുകയും വേണം, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും വേണം. നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളത് തിരുത്തും. ഞാൻ പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നയാൾ വിമർശനത്തിന് അതീതനല്ല. വിമർശിക്കണം, പക്ഷെ ആകാശത്ത് നിന്ന് വാർത്തയുണ്ടാക്കരുത്. വാർത്തയുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനെന്തിനാ മറുപടി പറയണം? നിങ്ങൾ സത്യസന്ധമായും വിമർശനാത്മകമായും നാട് നന്നാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ഇടപെടലുകളെ സ്വാഗതം ചെയ്യും, നിങ്ങളുടെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യും. കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും. മാധ്യമങ്ങൾ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് കൂടി മാറണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അല്ലാതെ എല്ലാ ദിവസവും ഇപ്പൊ 2-3 ദിവസമായിട്ട് നല്ല എന്നെക്കുറിച്ച് നല്ല എനിക്ക് ഭയങ്കര രസമുണ്ട്. രാവിലെ ആകുമ്പോൾ നല്ല വാർത്തകളാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. യാഥാർത്ഥ്യബോധമില്ലേ? നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ? യാഥാർത്ഥ്യബോധമുണ്ട്. വിമർശനങ്ങൾ വരും, അപ്രിയങ്ങളായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അല്ലേ? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചിലപ്പോൾ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഗംഭീരമാക്കാം. നിങ്ങളെല്ലാവരും സഹകരിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഒരു പുതുയുഗ കേരളത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ടാണ് UDF വരുന്നത്. അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്, മാധ്യമങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് മാത്രമല്ല, മാധ്യമങ്ങളോട് മൊത്തമായിട്ട് ഞാൻ അത് പറയാം. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യാം. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിമർശിച്ചാൽ എന്താ? അത് വേണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. ആ അഭിപ്രായമാണ്. ഞാൻ നെഹ്റുവിയനാണ്, നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ലേ? ആ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് ഞാൻ. കാർട്ടൂണിസ്റ്റ് ശങ്കർ അദ്ദേഹത്തെക്കുറിച്ച് കാർട്ടൂൺ വരയ്ക്കാതെ വിമർശിച്ച് കാർട്ടൂൺ വരയ്ക്കാത്തതിന് പരിഭവം പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതല്ലേ അത് ഞാനത് പറഞ്ഞു. അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ലേ? ഞാൻ പറയാം, കുറവുകളുണ്ട്. ഞാനത് സമ്മതിക്കുന്നു, കുറവുകളുണ്ട്. പക്ഷെ പാർട്ടിയല്ലേ തീരുമാനം എടുക്കുമ്പോഴുള്ള എങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ്. ഞാൻ അദ്ദേഹത്തിനെതിരെ വിമർശിക്കുന്നു. ഇപ്പൊ എന്തിനാ അദ്ദേഹത്തിന്റെ ശൈലി അതാണ്, എന്റെ ശൈലി അതല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനതിൽ നിന്ന് സംസാരിക്കില്ല നിങ്ങളോട്. വേണമെങ്കിൽ നോക്കാം, അങ്ങനത്തെ ഒരു വാർത്ത കൊടുക്കാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഇതിൻ്റെ അകത്ത് എന്ത് ഗ്രൂപ്പാണുള്ളത്? ഏത് ഗ്രൂപ്പാണ് ഇതിനകത്തുള്ളത്? നിങ്ങൾ നോക്ക്, ഒരു കോൺഗ്രസ് നേതാവും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും ഒരു അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. ഞങ്ങള് ഒരുമിച്ചിരുന്ന് 10 മിനിറ്റ് കൊണ്ടാണ് ആദ്യത്തെ പേരുകൾ എഴുതിയത്. അവസാനം 1-2 പേരുകൾ, 2-3 പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില മാനദണ്ഡങ്ങൾ കൂടി കണക്കാക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി ചർച്ച ചെയ്തിട്ടാണ് ആ തീരുമാനമെടുത്തത്. മനസ്സിലായല്ലോ? അല്ലാതെ വീതം വെപ്പല്ല. ഏത് ഗ്രൂപ്പാ വീതം വയ്ക്കാൻ? ഒരു ഗ്രൂപ്പുമില്ല. ഒരാൾ, ഒരു നേതാവും ഒരു ഗ്രൂപ്പ് ആരും ഒരു പ്രഷറും ചെലുത്തിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറുകൊണ്ട് നടക്കുമോ? ശരിക്കും ഇന്നലെ വൈകുന്നേരമല്ലേ പ്രോസസ്സ് തുടങ്ങുന്നത്. ഞാൻ ഇന്നലെ രാവിലെ 11 മണിക്കാണ് എത്തുന്നത്. ഞാൻ പ്രധാനപ്പെട്ട ആളുകളെ കണ്ടതിന് ശേഷം ഇന്നലെ ഏകദേശം വൈകുന്നേരം 5 മണിക്കാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ചർച്ച. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഗവർണർക്ക് ഇത് സബ്മിറ്റ് ചെയ്തു. മറ്റു നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ അകത്ത്, ഘടകകക്ഷികളുടെ അടുത്ത് അവർ സഹകരിച്ചില്ലെങ്കിൽ നടക്കും ഇത്. നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. നടക്കുക ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സാമുദായിക സംഘടനയുടെ ബാർഗനിങ്ങിനെതിരെ നിലപാടെടുക്കുന്ന ആളാണ്.
ഇന്നിപ്പോൾ ഈ വർക്കല ശിവഗിരി മഠത്തിലെ സ്വാമിമാർ വന്നിട്ട് അവർ പട്ടിക തന്നിട്ടുണ്ട്, കുറച്ചുപേരെ മന്ത്രിയാക്കണം. അവരെ എന്നെ കണ്ട് എന്നേക്ക് അനുഗ്രഹം തരാൻ വേണ്ടി വന്നതാണ്, ഒരു പട്ടികം തരാൻ വന്നല്ലോ. അതെനിക്കറിയില്ല. എനിക്കൊരു പട്ടികം എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. അവരെന്നെ വന്ന് അനുഗ്രഹിച്ചിട്ട് പോയി. ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞു ശിവഗിരിയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും, അവരെ കൂടെ പ്രതിദാനം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എടുത്തൊന്ന് നോക്ക്. ഇതിന് മുമ്പുണ്ടായിരുന്ന UDF മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ കൂടി ആണോ? പിന്നെ ഈഴവ സമുദായത്തിന്റെ ഉദ്ദേശിച്ച് നിങ്ങൾ പറഞ്ഞത് പ്രാതിനിധ്യം കൂടി. പിന്നെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ ശ്രീനാരായണീയൻ ആരാളുള്ളത്? ഞാൻ ഭയങ്കര ശ്രീനാരായണീയനാണ്. ഞാൻ ശിവഗിരി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സമ്മാനം കിട്ടിയത്, അത് ഗുരുദർശനത്തെക്കുറിച്ച് ഉപന്യാസം എഴുതിയതിനാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കും, ആദ്യത്തെ സമ്മാനമാണ് കിട്ടിയത്. ഇല്ലെന്താ വേണ്ടത്? അദ്ദേഹം പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കോൺഗ്രസിന് വിട്ടുതരാൻ സൗമനസ്യം കാണിച്ച രാഷ്ട്രീയ നേതാവാണ്. ഈ UDFിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഗൈഡൻസും ഞങ്ങൾക്ക് തരുന്ന ആളാണ്. അദ്ദേഹത്തെയൊക്കെ നമ്മളങ്ങനെ കൈകാര്യം ചെയ്യാലല്ലോ. ഇല്ല, അവര് UDFിലുള്ള കക്ഷിയല്ലല്ലോ, UDFിൽ പുറത്ത് നിൽക്കുന്ന കക്ഷി. ശരിയപ്പോ എന്തോരം നേരെ all the mics are here. Sir, no need to brief the... Okay. Yeah. There's no need to tell the name. Please. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എപ്പോഴും ഞാൻ കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ 2-3 ന്യൂസിൽ കണ്ട് കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞ് അന്ത കറുത്ത കാറിന് കുഴപ്പം? എന്നിട്ട് ഞാൻ ഇന്നലെ ഒരു കറുത്ത കാറിൽ കയറിയെന്നും പറഞ്ഞു. അതിന്റെ പ്രൈവറ്റ് കാറാണ്, വേറെ സുഹൃത്തിൻ്റെയാണ്. എന്റെ വണ്ടി കേടായപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് എന്താ? നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രി ഉപയോഗിച്ച കാർ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒരു പുതിയ കാറ് മേടിച്ചാൽ ഖജനാവ് ഇടിഞ്ഞൊന്നും വീഴില്ല. പക്ഷെ മുഖ്യമന്ത്രി ഒരു പുതിയ കാറ് മേടിച്ചാൽ അതൊരു റോങ് മെസ്സേജാണ് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ, അല്ലേ? ഒരു റോങ് മെസ്സേജാണ്. പുതിയ കാറ് മേടിച്ചാൽ ആരും ഒന്നും പറയില്ല, മുഖ്യമന്ത്രി പുതിയ കാർ. പക്ഷെ ഒരു ഭരണ സംവിധാനത്തിനൊരു തെറ്റായ മെസ്സേജ് കൊടുക്കും. ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിക്കും. ഇനി 10,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിലും ഞാനത് ഉപയോഗിക്കും. എനിക്കത് മതിയെന്നേ. ഞാൻ ഭയങ്കര ലാളിത്യമുള്ള ആളാണെന്ന് അവകാശപ്പെടുകയല്ല. ഇത് നമ്മളെപ്പോഴും മുകളിലിരിക്കുന്ന ആളുകൾ കൊടുക്കുന്ന സന്ദേശമാണ്, അല്ലാതെ അതിൻ്റെ അകത്ത് ലാളിത്യമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ മറിച്ച് ഭയങ്കര വിലപിടിപ്പുള്ള ഒരു 2 കാറ് ഞാൻ വന്ന് മേടിച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് പോയാൽ നിങ്ങൾ ഒരു ദിവസമല്ലേ വാർത്ത എഴുതുള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലും മറന്നുപോയില്ല, എനിക്ക് ആ കാറിൽ പോകാമല്ലോ. പക്ഷെ അതല്ല, അത് നൽകുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ വെറുതെ ഈ പറഞ്ഞ എന്താന്ന് കേൾക്കാതെ കറുത്ത കാറിൽ സഞ്ചരിക്കില്ല എന്ന് പറയാം. എനിക്കെന്താ, എന്നോടെന്താ വല്ല ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് കറുത്ത കാറിൽ സഞ്ചരിക്കരുത്? ഇന്നലെ അടിച്ചു വിടുവാണ് വാർത്ത. ഞാൻ നോക്കിയപ്പോൾ ദേ പോകുന്നു കറുത്ത കാറിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള വാർത്തയൊന്നും അതെ ഞാൻ പറഞ്ഞല്ലോ, ഫുൾ കോൺവോയി വേണ്ട എന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.